മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറുകൾ പറയുന്ന സ്ഥിതിക്ക് തന്നെ ഞാൻ ഒരു എന്താ പറയുക, ഡൈസ് ഇല്ലേ നമ്മുടെ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡൈസിനെ പറ്റി പഠിക്കേണ്ടി വരും അല്ലേ അല്ലേ. ഇത് പക്ഷേ ഇത് ഡൈസ് ആണ് എന്ന് നമ്മൾ ക്യാമറയിൽ കണ്ടാൽ തോന്നുമെങ്കിൽ പോലും ഒരു പ്ലെയിൻ ഷീറ്റാണ്. ഇപ്പുറത്തും പ്ലെയിൻ ഷീറ്റാണ്, അപ്പുറത്തും പ്ലെയിൻ ഷീറ്റാണ് അല്ലേ. ഈ ഷീറ്റിൽ നമ്മൾ ഡൈസിൻ്റെ രീതി നിങ്ങൾക്കറിയാം. 6 സൈഡാണുള്ളത് ഒരു ഡൈസ് അല്ലേ. അതിൻ്റെ ഒരു ഭാഗം 3 ആണെങ്കിൽ മറുഭാഗത്ത് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു ഭാഗം 5 ആണെങ്കിൽ മറുഭാഗത്ത് 2 ആയിരിക്കും. ഓക്കെ, ഒരു ഭാഗത്ത് 6 ആണെങ്കിൽ മറുഭാഗത്ത് 1 ആയിരിക്കും. കാരണം എപ്പോഴും ഡൈസിൻ്റെ 2 ഭാഗവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 ആയിരിക്കും. അതാണല്ലോ ഡൈസിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതൊരു പ്ലെയിൻ ഷീറ്റിൽ വെറുതെ ഒരു മഞ്ഞ നിറത്തുള്ള കളർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ്. ഞാൻ ചെയ്യുന്നത്, ഇത് ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് യെല്ലോ ആണ്, ബട്ട് ദി അതർ സൈഡ് ടെൽ മീ ഏത് കളറാണ്? യെല്ലോ ആണ്, പക്ഷേ നോ ഇറ്റ്സ് റെഡ്. ദാറ്റ്സ് മാജിക് ഹാപ്പനിങ് ഹിയർ അല്ലേ. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് ചുവപ്പാണെങ്കിൽ ഈ ഭാഗത്ത് മഞ്ഞയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ. കാണുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത്. ബട്ട് ദി അതർ സൈഡ് ഈസ് ഗ്രീൻ. അപ്പോൾ എത്ര നിറങ്ങളായി? മഞ്ഞയായി, ചുവപ്പായി ഇല്ലേ. ഈ ഭാഗത്ത് ചുവപ്പാണ്, ഈ ഭാഗത്ത് പച്ചയാണ് അല്ലേ. ഒരു ഭാഗത്ത് പച്ചയാണ്, മറുഭാഗത്ത് മഞ്ഞയാണെങ്കിൽ മറുഭാഗത്ത് ഉണ്ടാവുന്ന നിറം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മൾട്ടി കളർ. മൾട്ടി കളറാണ്. അപ്പോൾ ഈ നിറങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായതാണെന്ന് പറയുമ്പോൾ എല്ലാ മൾട്ടി കളറും കൊണ്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിറമായിട്ട് തോന്നും. ഏത് നിറമാണ്? ദാറ്റ്സ് വൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ചോദ്യം ഇതാണ്, ഈ ഡൈസിന് എത്ര സൈഡുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര നിറങ്ങളുണ്ട്? നമ്മൾ 5 നിറങ്ങൾ കണ്ടു അല്ലേ അല്ലേ. അപ്പോൾ 6 സൈഡുകളും 5 നിറങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലെയിൻ ഷീറ്റാണ് ഈ മാജിക്കിൻ്റെ യന്ത്രം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് മാജിക്.